എല്ലാവർക്കും നമസ്കാരം. ഇത് ക്രിസ്തുമസ് കാലമാണ്. എല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ബേത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ലോകരക്ഷകനായ കർത്താവായ യേശു മിശിഹായുടെ പിറവിയെയാണ് ക്രിസ്തുമസ് ദിനത്തിൽ വിശ്വാസികൾ അനുസ്മരിക്കുകയും ഉണ്ണിമിശിഹായോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. യേശുവിൻ്റെ തിരുപ്പിറവി യാദൃച്ഛികമായിരുന്നില്ല, അത് പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു. ദൈവിക പദ്ധതി പ്രകാരമാണ് കാലത്തിൻ്റെ തികവിൽ കർത്താവായ യേശു ഈ ലോകത്തിൽ പിറന്നത്. ക്രിസ്തുമസ് ആകാശം ചായിച്ച് ദൈവം ഭൂമിയിൽ വസിക്കാൻ ഇറങ്ങി വന്നതിൻ്റെ സ്മരണയാണ്. ക്രിസ്തുമസ് സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും സമയമാണ്. മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് ദൈവം മനുഷ്യരൂപം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നത്. ദൈവം മനുഷ്യാവതാരം ചെയ്തതുകൊണ്ടാണ് മനുഷ്യന് പ്രതീക്ഷയ്ക്ക് വകയുണ്ടായത്. യേശുവിൻ്റെ തിരുപ്പിറവി എല്ലാവർക്കും സന്തോഷം പകർന്നു എന്നുള്ളതിനാലാണ് ഇത് സന്തോഷത്തിൻ്റെ സമയമായി കണക്കാക്കപ്പെടുന്നത്. യേശുവിൻ്റെ തിരുപ്പിറവിക്ക് മുൻപ് അന്ധകാരമായിരുന്നു. പുൽക്കൂട്ടിൽ ഉണ്ണിമിശിഹ പിറന്നപ്പോൾ വെളിച്ചം ഉണ്ടായി. അന്ധകാരം പാപാവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. യേശുവിൻ്റെ പിറവിയാകട്ടെ രക്ഷയുടെ പ്രകാശത്തെയാണ് ദ്യോതിപ്പിക്കുന്നത്. ഈ അർത്ഥത്തിലാണ് ക്രിസ്തുമസിലെ ഇരുട്ട് നീങ്ങുകയും വെളിച്ചം പരക്കുകയും ചെയ്യുന്നു എന്ന് പറയുക. ക്രിസ്തുമസിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ പറയുന്നത്, വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. ഇക്കാര്യം പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നതിങ്ങനെയാണ്: ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ടത് വലിയ കാര്യമായി പരിഗണിക്കാതെ മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങി വസിച്ചു എന്ന്. ക്രിസ്തുമസ് ദൈവം മനുഷ്യനായതും മനുഷ്യരുടെ ഇടയിൽ വസിച്ചതുമാണ്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 21-ാമത്തെ വചനത്തിൽ പറയുന്നത്, അവനെ യേശുവെന്ന് വിളിക്കണം, അവന് ലോകത്തിൻ്റെ രക്ഷകനായി മാറും എന്നാണ്. ലോകത്തെ രക്ഷിക്കാൻ യേശു പുൽത്തൊഴുത്തിൽ പിറന്നു എന്നുള്ളതാണ് ക്രിസ്തുമസിൻ്റെ ആഹ്ലാദം. ഇങ്ങനെ സംഭവിക്കുമെന്ന് പഴയ നിയമത്തിൽ പ്രവചനമുണ്ടായിരുന്നു. യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, അതായത് ലോകത്തിന് രക്ഷ കൊണ്ടുവരും എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുമസ് സന്തോഷത്തിൻ്റെ സമയം മാത്രമല്ല, അത് ആരാധനയുടെ സമയം കൂടിയാണ്. യേശു ഈ ലോകത്തിൽ പിറന്നപ്പോൾ അത് കാണാനുള്ള ഭാഗ്യമുണ്ടായത് ആട്ടിടയന്മാർക്കാണ്. അവർ യേശുവിൻ്റെ പക്കൽ വരികയും യേശുവിനെ ആരാധിക്കുകയും ചെയ്തത് ഇങ്ങനെയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പാടിക്കൊണ്ട്. പൂജരാജാക്കന്മാരും യേശുവിനെ തേടിയെത്തിയത് അവിടുത്തെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അവരുടെ സന്ദർശനവും ആരാധനയും വിവരിച്ചിട്ടുണ്ട്. വീണ്ടും ക്രിസ്മസ് നന്ദി പ്രകാശനത്തിൻ്റെ സമയമാണ്. അരുളി ചെയ്തതുപോലെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ ദൈവം നമുക്കായി രക്ഷകനെ അയച്ചതിന് ദൈവത്തിന് കൃതജ്ഞത പ്രകാശിപ്പിക്കുവാനുള്ള അവസരമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് സ്വയം ദാനമായി മറ്റുള്ളവർക്ക്
നൽകുന്നതിനുള്ള സമയമായി കൂടി പരിഗണിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് ഈ ലോകത്തിൽ മനുഷ്യനായി പിറക്കുക വഴി എല്ലാവർക്കും എല്ലാമായി തീരുകയായിരുന്നു. മനുഷ്യനതൊരു മാതൃകയാണ്, പ്രചോദനമാണ്. ക്രിസ്തുമസ് ഒരു ജീവിത വീക്ഷണവും ജീവിത ക്രമവുമായി മാറേണ്ടതായിട്ടുണ്ട്.